ലാൽകുമാർ 28 പ്രാദേശിക കക്ഷികളുണ്ട്. ഇപ്പോൾ അതിനിവിടെ നീതിന്യായ കോടതിയുണ്ട്. ശരി, അതിന് മുന്നത്തെ നടപടിക്രമങ്ങളിലേക്കാണ് ഞാൻ പറഞ്ഞത്. ശ്രീലാൽകുമാർ, ഇപ്പോൾ 28 പ്രാദേശിക കക്ഷികളുണ്ട്, ശക്തമാണ് ഇന്ത്യ മുന്നണി എന്നുള്ളതാണ് RJDയുടെ ആത്മവിശ്വാസം. ഡോക്ടർ വർഗീസ് ജോർജ് പറഞ്ഞു കേട്ടല്ലോ. പക്ഷേ യഥാർത്ഥത്തിൽ ശ്രീ ഷാജി ചൂണ്ടിക്കാണിച്ചതുപോലെ തന്നെ ഒരു നിലപാടില്ലാത്ത പാർട്ടികളുടെ സഖ്യം എന്നുള്ളത് പ്രധാനപ്പെട്ട ന്യൂനതയല്ലേ? ഇപ്പോൾ നിതീഷ് കുമാറിനെ തന്നെ എടുക്കൂ. നിലപാടല്ല, അധികാരമാണ് പ്രശ്നം. അതെല്ലാ ഘട്ടത്തിലും നിതീഷ് കുമാർ തെളിയിച്ചിട്ടുള്ളതാണ്. 5 തവണയെങ്കിലും അങ്ങോട്ടും ഇങ്ങോട്ടും മാറി കളിച്ചിട്ടുള്ള ഒരാളാണ്. വിശ്വസിക്കാൻ കൊള്ളാത്ത ഒരു നേതാവിനെ, പ്രധാനപ്പെട്ട നേതാവ് അല്ലെങ്കിൽ മുന്നണിയുടെ പ്രധാനപ്പെട്ട കൺവീനർ സ്ഥാനത്തേക്ക് വരെ പരിഗണിക്കേണ്ട ഒരു ബലഹീനത യഥാർത്ഥത്തിൽ ഇന്ത്യ മുന്നണിയെ സംബന്ധിച്ചുണ്ടല്ലോ. അപ്പോൾ എങ്ങനെയാണ് ഈ മുന്നണിയുടെ ഇനിയുള്ള കെട്ടുറപ്പിനെ താങ്കൾ കാണുന്നത്? അല്ല, I'll try to state the flip side of it. നോക്കൂ, ഇവിടെ താങ്കൾ പറഞ്ഞത് വിശ്വസിക്കാൻ കൊള്ളാത്ത, മുന്നണി മാറിക്കൊണ്ടിരിക്കുന്ന അദ്ദേഹത്തിൻ്റെ എനിക്ക് എക്കോ കേൾക്കുന്നു. പ്ലീസ് കറക്റ്റ് ഇറ്റ്. പറയാം. ഞാൻ പറയുന്നത് ഞാൻ തന്നെ കേൾക്കുന്നു. അപ്പം ഞാനങ്ങ് പറഞ്ഞു പോകാം, പക്ഷെ അതൊന്ന് പരിഹരിക്കാൻ പറയും. തീർച്ചയായും. അപ്പം ഞാൻ പറഞ്ഞു വന്നത്, അദ്ദേഹം അപ്പുറത്തേക്ക് പോകുന്നു, അദ്ദേഹം അപ്പുറത്തേക്ക് പോകാൻ പോകുന്നു, അല്ലെങ്കിൽ NDAയുമായി സഹകരിക്കാൻ പോകുന്നു. അപ്പോൾ താങ്കളുടെ ആ വാക്കുകളിൽ വളരെ പ്രസക്തമായ വാക്കുകളാണ് താങ്കൾ ഉപയോഗിച്ചത്. 4 or 5 പ്രാവശ്യം അങ്ങോട്ടോ ഇങ്ങോട്ടോ മാറിയ, അധികാരത്തിന് വേണ്ടി നിൽക്കുന്ന, അല്ലെങ്കിൽ സ്ഥാനമാനങ്ങൾക്ക് വേണ്ടി മാത്രം ചൂട് മാറ്റുന്ന ഒരാളെ ഇന്ത്യ മുന്നണിയിൽ നമുക്ക് റിലൈ ചെയ്യാൻ പറ്റുമോ എന്നുള്ളതാണ് താങ്കൾ വെച്ച ഒരു പെർട്ടിനന്റ് പോയിന്റ്. അത് NDAയ്ക്കും ബാധകമല്ലേ അല്ലേ? ഈ പറയുന്ന ആള്, നമ്മൾ ഇപ്പുറത്ത് വിശ്വസിക്കാൻ കൊള്ളാത്ത ഒരാള് അപ്പുറത്തോട്ടാണല്ലോ പോകുന്നതല്ലേ? അപ്പോൾ ആ വിശ്വസിക്കാൻ കൊള്ളാത്ത ആൾക്കാരുമായിട്ട് NDAയ്ക്ക് സഹകരിക്കുന്നതിന് പ്രശ്നമില്ല. നമുക്ക് അങ്ങനൊരു വാദം മുന്നോട്ട് വെക്കാമല്ലോ അല്ലേ? ഐ തിങ്ക് ദാറ്റ് ഇസ് വാലിഡ്. നോക്കൂ, ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ അധികാരത്തിന് വേണ്ടി മാത്രം സാധാരണഗതിയിൽ ആൾക്കാർ നിലകൊള്ളില്ല. അധികാര രാഷ്ട്രീയത്തിന് പുറത്ത് രാഷ്ട്രീയ പ്രവർത്തനം നടത്തുന്ന ആൾക്കാർ ഒത്തിരി പേരുണ്ട്. എല്ലായ്പ്പോഴും അങ്ങനെ എന്നുള്ളതല്ല. നമ്മളെ നിലപാട് എന്ന് പറയുന്നത്, നിലപാട് ഡൈല്യൂട്ട് ചെയ്ത് നമ്മൾ ചിലപ്പോൾ അധികാരം വേണ്ട എന്ന് വെക്കാനുള്ള സാധ്യതകളുണ്ട്. അങ്ങനെ ഒരിക്കലും ചെയ്യാത്ത ആൾക്കാരിൽ ഉള്ള ഒരാളാണ് നിതീഷ് കുമാർ. എനിക്കൊരു സംശയമില്ല കാര്യത്തിൽ. അതിപ്പോൾ ഇന്ത്യ മുന്നണിയുടെ കൺവീനർ ആകാൻ പോകുന്ന ആളല്ലേ, അല്ലെങ്കിൽ നിങ്ങൾ അവിടം വരെ എത്തിച്ചതല്ലേ എന്നൊക്കെ താങ്കൾക്ക് എന്നോട് ചോദിക്കാം. എങ്കിൽ പോലും എൻ്റെ ആ വാക്കിൽ നിന്ന് ഞാൻ മാറ്റത്തില്ല. അതുപോലെ തന്നെ അധികാര രാഷ്ട്രീയത്തോട് സെൽഫ് ഇൻട്രസ്റ്റ്, അതിൽ മേളിൽ ഒന്നുമില്ലാതെ നിൽക്കുന്ന ആൾക്കാരിൽ ഒരാളാണ് നവീൻ പട്നായിക്. എനിക്ക് പറയുന്നതിന് ഒരു മടിയുള്ള ആളല്ല. നവീൻ പട്നായിക് ആണെങ്കിലും നിതീഷ് കുമാർ ആണെങ്കിലും അവരുടെ ഒരു പരോക്കിയൽ ഇൻട്രസ്റ്റ്, അവരെ സംബന്ധിച്ചിടത്തോളം ദേ വാണ്ടഡ് പവർ, ദേ വാണ്ട് പവർ. എപ്പോഴും അവർ അധികാരത്തിൽ ഇരിക്കുക എന്നുള്ള ലക്ഷ്യം മാത്രം ആണ് മുന്നോട്ട് വെക്കുക. രാജ്യത്തിൻ്റെ രാഷ്ട്രീയമോ രാജ്യത്തിൻ്റെ മതനിരപേക്ഷതയോ അല്ലെങ്കിൽ കോൺസ്റ്റിറ്റ്യൂഷണലിസമോ ഇതൊന്നും അവർക്ക് പ്രശ്നമല്ല. അവർക്ക് ബീഹാർ പോലും പ്രശ്നമല്ല. സത്യത്തിൽ നിതീഷ് കുമാറിനെ സംബന്ധിച്ചിടത്തോളം ബീഹാറിനുപരി ആ മുഖ്യമന്ത്രി സ്ഥാനം മാത്രമാണ്. ലാൽകുമാർ, അവിടെയാണ് സംശയം. ഇളകി നിൽക്കുന്ന കല്ലെടുത്ത് മൂലക്കല്ലാക്കിയ ഇന്ത്യ മുന്നണിക്കും കോൺഗ്രസിനും അപ്പോൾ പിഴച്ചിൽ. അപ്പൊ ഈ കല്ലുകൊണ്ട് നിങ്ങൾ അപ്പുറത്ത് എന്തോ ചെയ്യാൻ പോയ NDA? അപ്പുറത്ത് ആ കല്ല് ഇവിടെ ദുർബലമാക്കാൻ വേണ്ടിയാണ് അപ്പുറത്തേക്ക് കൊണ്ടുപോകുന്നത്. അപ്പുറത്തേക്ക് കൊണ്ടുപോകുന്നത് ഞാൻ മനസ്സിലാക്കുന്നത് അനുസരിച്ച് ഇതുവരെയുള്ള അവിടെ പ്രത്യേകിച്ച് പ്രയോജനം ഉണ്ടായിട്ടില്ല. പക്ഷേ ഇവിടുത്തെ അടിത്തറ ഇളകി വീഴണം, അതിനുവേണ്ടിയാണ് അപ്പുറത്തേക്ക് കൊണ്ടുപോകുന്നത്. അത് മനസ്സിലാകുന്നില്ലേ നിതീഷ് കുമാറിന്? ശ്രീ ലാൽകുമാർ, അല്ല, നിതീഷ് കുമാറിന് മനസ്സിലാകുന്നുണ്ടോ ഇല്ലയോ എന്നുള്ള ചോദ്യത്തിന് മറുപടി പറയാൻ ഞാൻ ആളല്ല. നോക്കൂ, നിതീഷ് കുമാറിനെ സംബന്ധിച്ചിടത്തോളം വർഗീസ് ജോർജ് സാർ ഇവിടെ കൃത്യമായി പറഞ്ഞു. നിതീഷ് കുമാറിനെ സംബന്ധിച്ചിടത്തോളം നിതീഷ് കുമാർ എന്ന പാർട്ടി ചെറുതായിക്കൊണ്ടിരിക്കുകയാണ്, JDU ചെറുതായിക്കൊണ്ടിരിക്കുകയാണ്. BJP അതിനകത്ത് വിജയിക്കുന്നുണ്ടോ എന്നുള്ള ചോദ്യമാണ് താങ്കൾ ചോദിക്കുന്നതെങ്കിൽ അതെ, ഉണ്ട്. എനിക്ക് അതിനകത്ത് സംശയമില്ല. BJP രാഷ്ട്രീയമായി വിജയിക്കുന്നുണ്ടോ എന്നുള്ള ചോദ്യത്തിലുണ്ട്. പക്ഷേ അത് ഇന്ത്യ മുന്നണിയുടെ പരാജയമാകുമോ എന്നുള്ള ചോദ്യത്തിന് ഉത്തരം പറയാനുള്ളതായിട്ടില്ല. You are watching Reporter Evening Show.